ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻ 1, ഹാങ്ഡ് മാൻ. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത കാർഡ്സാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ ആ ഒരു സമയത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണോ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. Pile number 1. Thank you. Thank you. Thank you. The Tower, Ace of Cups, Eight of Wands, Hanged Man. ഓക്കെ, ഇവിടെ ഇന്നത്തെ ദിവസം കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ടാണ് പറയുന്നത്. ടവർ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഇമോഷണലി ആയിരിക്കാം, നിങ്ങളുടെ പീസിനെ, സമാധാനത്തിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടി നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ, എന്ത് സംഘർഷങ്ങളിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ കുറച്ചൊന്ന് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ക്ലാരിറ്റിയിലോട്ട് വന്നതിന് ശേഷം നിങ്ങളോട് മുന്നോട്ട് പോകാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കാം. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളുടെ ആ ഒരു വർത്ത്, മൂല്യം മനസ്സിലാക്കുക. നിങ്ങളെങ്ങനെയാണോ അതുപോലെ നിങ്ങളെ സ്വീകരിക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാകുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്കിന്നിവിടെ ഫീൽ ചെയ്യുന്നത്. കാണാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ബാക്കിൽ കണ്ടോ 5 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്, 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ നടക്കുന്നുണ്ടാകാം. ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിൽ നിന്ന്, നിങ്ങൾക്ക് ലൈഫിൽ സെർവ് ചെയ്യാത്ത ഇമോഷണൽ എനർജി ആയിരിക്കാം, നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ എൻവയറമെൻറ്റിലുള്ള എനർജി ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ, എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കാം. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിലിരിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, ഫൈനലായിട്ടുള്ള മെസ്സേജ് എന്താ നോക്കാം. താങ്ക് യു. താങ്ക് യു. ഫോളോയിങ് യുവർ പാഷൻ. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ ഹാപ്പിനെസ് കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെൽബീയിങ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഇന്നത്തെ ദിവസം പ്രയോറിറ്റി കൊടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്താണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. താങ്ക് യു. പൈൽ നമ്പർ 2, താങ്ക് യു. The Empress,
Beautiful energy. Knight of Pentacles. Eight of Swords in the energy. Page of Swords in the energy. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട് ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റീവ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിൻ എനർജിയാണ്. ഓക്കെ, ആ ഒരു വ്യക്തി ഇന്നത്തെ ദിവസം കുറേ കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് കുറച്ചൊരു ഫെയ്ത്ത്, കുറച്ചും കൂടെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു പേജ് ഓഫ് സോഡ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടായിരിക്കാം. ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം, ഒത്തിരി മെൻ്റൽ ടെൻഷൻസ്, ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കുറച്ചും കൂടെ എൻഡിങ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ വിശ്വാസത്തോടു കൂടി എൻ്റെ ലൈഫിലെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് വരും, എല്ലാം പോസിറ്റീവായിട്ട് വരും, ആ ഒരു മെൻറ്റാലിറ്റിയോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിലും വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള അബണ്ടൻസ്, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, മേടിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ടൈഡപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ഇരിക്കുന്നത് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ സൈഡ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അത് കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഡെവിലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ഈ ഒരു ഡേ ഒത്തിരി ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഒത്തിരി മണി ഡീലിങ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, കുറച്ച് പേർക്ക് പേപ്പർ വർക്ക് ആയിരിക്കാം, അതെല്ലാം ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ സ്കിൽസ് ലേൺ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് കോൺവെർസേഷൻ സ്കില്ലായിരിക്കാം, എങ്ങനെ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാം വേർഡ്സ് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നോക്കുക. ആ സ്കിൽസ് ലേൺ ചെയ്യുന്നതും മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഫൈനലായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. സ്റ്റേയിങ് ഫോക്കസ്ഡ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ദിവസം വന്നിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ, ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെങ്കിൽ, ഓക്കെ, അതും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് ചോദിക്കാനായിട്ട് മടിക്കാതിരിക്കുക. ഓക്കെ, ബാക്കിൽ വന്നിട്ട് പീസ്ഫുൾ സ്ലീപ്പിംഗ് ആണ്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു എനർജിയിലും ഇന്നത്തെ ദിവസം ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകാം. ഒത്തിരി എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്ത് പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഉറക്കത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺസും കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.